ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്ന് എന്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ. അപ്പോ ഹോസ്പിറ്റലിലേക്ക് അത്യാവശ്യമായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോണേന്ന് കാണിച്ചു തരാം. ഏകദേശം എന്റെ ഒരു ഐഡിയയില് വേണ്ട സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ എക്സ്ട്രാ വേണ്ടി വരുമെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ അത്യാവശ്യം സാധനങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ള ഹോസ്പിറ്റല് ബാഗ് പാക്കിങ് കംപ്ലീറ്റ് ആയി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഫാർമസി ഉണ്ടാകും, നമുക്ക് അത്യാവശ്യം പോയി മേടിക്കാം. അപ്പൊ ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം വീഡിയോയിലോട്ട്. കുറച്ച് സിമ്പിൾ ആയിട്ട് ആർക്കും എടുക്കാന്നുള്ള രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോ ഇതിൽ നമ്മുടെ ബേബിയുടെ ഐറ്റംസും ഇതിൽ നമ്മുടെ ടോയ്ലറ്ററി ഐറ്റംസ് അങ്ങനെയുള്ള സാധനങ്ങള്, പിന്നെ ഈ ഒരു ബോക്സിൽ എന്റെ ഡ്രസ്സും എന്റെ ഐറ്റംസും പ്ലസ് ബൈസ്റ്റാൻഡർ ആരാണോ വരുന്നത് ആ സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഞാൻ അത്യാവശ്യം എനിക്കും ബേബിക്കും വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് എനിക്കിങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുവാണ്. ബ്രസ്റ്റ് പമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവേണ്ടി വരുമോ ഇല്ലേന്നുള്ളത് അറിയത്തില്ല. ഇൻ കേസ് സി സെക്ഷൻ ഒക്കെ ആണെങ്കിൽ ബ്രസ്റ്റ് മിൽക്കും കാര്യങ്ങളൊക്കെ ആ സ്പോട്ടിൽ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോ അത് വെച്ചിട്ട് ഇതിന് അപ്പോ ആവശ്യം വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാന് ഡോക്ടറോട് ചോദിച്ചിട്ട് ഇതൊന്ന് എടുത്ത് വെക്കാന്നുള്ള പ്ലാനിലാണ് വെച്ചേക്കുന്നത്. ഇതതുകൊണ്ട് സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പാക്കിങ്ങിൽ കൂടെ വെച്ചിട്ടില്ല. നമുക്ക് ഫസ്റ്റ് ഇതിൽ എന്തൊക്കെയാണ് ഞാൻ വെച്ചേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതില് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഓരോ കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ വേഗം എടുക്കാൻ പറ്റും മറ്റുള്ളവർക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെറിയൊരു ബോട്ടിലില് സംസം വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഐറ്റം നമ്മള് ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് നടുവിനൊക്കെ ഒരു സപ്പോർട്ട് കിട്ടാണ്ട് നമ്മള് ബെൽറ്റ് യൂസ് ചെയ്യുമല്ലോ. അപ്പോ ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ബെൽറ്റ്, അബ്ഡോമിനൽ ബെൽറ്റ്. അപ്പോ വയറ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. ഒരു മെറ്റേണിറ്റി പാഡാണ്. ഇതില് 4 പീസ് പാഡും പ്ലസ് ഫിക്സിംഗ് ബ്രീഫ് ഒരെണ്ണവും വരുന്നുണ്ട്. അപ്പം പാഡ് നമ്മളോട് വേണ്ട, ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻ കേസ് എമർജൻസി സിറ്റുവേഷനിൽ ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് ഞാൻ അതുകൊണ്ട് ഇത് കയ്യിൽ കരുതുന്നുണ്ട്. നെക്സ്റ്റ് ഐറ്റം ഞാൻ ഇങ്ങനെ കവറിലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. ആ ടൈമിൽ എനിക്ക് എടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. അപ്പോ എനിക്കാണെങ്കിലും എടുക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ഇതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്. വെറ്റ് വൈപ്സും ലോഷൻസും ആണ് ഇതിൽ വെച്ചേക്കുന്നത്. അവീനോട 2 ലോഷൻസ്, സൂതിങ് ക്രീമും ഡെയിലി മോയിസ്ചറൈസറും ഉണ്ട്. ഷാമ്പൂവും സാധനങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല, കാരണം നമ്മൾ അവിടെ നിന്ന് കുളിപ്പിക്കത്തില്ലല്ലോ ബേബീനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ 2 ലോഷൻസ് എടുക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്. മദേഴ്സ് പാഷിന്റെ ഒരു വെറ്റ് വൈപ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. 99% വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വൈപ്സ് ആണ്. കുട്ടികൾക്കാകുമ്പോൾ നമ്മൾ ഫ്രാഗ്രൻസ് ഉള്ളത് യൂസ് ചെയ്യാതിരിക്കുക മാക്സിമം. അപ്പൊ നെക്സ്റ്റ് ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ ടോയ്ലറ്ററി ഐറ്റംസ് ഒക്കെ ഞാൻ ഈ ഒരൊറ്റ ഇതില് മാറ്റി വെച്ചത്. ഞാനൊരു ബോഡി ലോഷൻ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോഡി ലോഷൻ എടുത്തായിരുന്നു. അത് നിർബന്ധം ഇല്ല, പക്ഷെ എനിക്ക് ലോഷൻ വേണം. അപ്പോൾ ഒരു ബോഡി ലോഷൻ ഞാൻ എടുത്ത്, സോപ്പ് കുളിക്കണ്ടേ, അപ്പൊ ഒരു സോപ്പ് ഞാൻ എടുക്കുന്നുണ്ട്. ബ്രഷ് ഇൻ കേസ് കൂടെ നിൽക്കുന്ന ആർക്കെങ്കിലും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇനി ഞാൻ ഒന്ന് എടുത്തരുത്. അപ്പം ഒരു 2 ബ്രഷ് കയ്യിൽ വെക്കുന്നുണ്ട്. പിന്നെ ഡെറ്റോൾ, അത്യാവശ്യം എന്തെങ്കിലും വാഷ് ചെയ്യേണ്ട വന്നാലോ എന്ന് വെച്ചിട്ട് ഒരു ഡെറ്റോള് ഞാൻ കയ്യിൽ വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ബോക്സിൽ ഇത്രയാണ്. ടോയ്ലറ്ററി ഐറ്റംസ്, ലോഷൻസ്, സോപ്പ്, അതുപോലെ തന്നെ പേസ്റ്റ്. ഇതിൽ എനിക്കിനി പേസ്റ്റ് കൂടെ എടുത്ത് വെക്കണം, ചെറിയൊരു പേസ്റ്റ് മേടിച്ചിട്ട്. പിന്നെ ബേബിക്ക് വേണ്ട വൈപ്സും അതിന്റെ കൂടെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൽ എന്താന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇത് നോക്കാല്ലേ, എന്നിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് എനിക്ക് മെറ്റേണിറ്റി വേറായിട്ട് ഞാൻ ഒരു 2-3 മാക്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇവിടെ സിബ് വരുന്നതും ബട്ടൺസ് വരുന്നതാണ്. എനിക്ക് ഫുള്ളി ഓപ്പൺ ആയിട്ടുള്ളൊരു നല്ലൊരു മാക്സി നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഇന്ന്
സ്കാനിങ്ങിന് പോയപ്പോ നമുക്ക് അവിടുത്തെ ഫാർമസിയിൽ ഞാൻ ഈ മാക്സി കണ്ടു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു മാക്സി മേടിച്ചു. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ വെക്കണം. കണ്ടില്ലേ, നല്ലൊരു മാക്സിയാണ് കേട്ടോ. എനിക്ക് ബ്ലൂയില് വൈറ്റ് ലൈൻസ് വരുന്ന മാക്സി കണ്ട, ഫുൾ ഓപ്പൺ ആയിട്ട് വരുന്ന ഒരു മാക്സി. ഈ ബാസ്ക്കറ്റിലാണ് നമ്മുടെ ബേബിയുടെ ഐറ്റംസ് ഫുള്ള് ഞാൻ ഈ ബാസ്ക്കറ്റിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. ബേബിയുടെ ലോഷൻസും വൈപ്സും മാത്രം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി എല്ലാം ഇതിലുണ്ട്. ഇത് ഞാന് പെട്ടെന്ന് എടുത്ത് വെച്ചാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു സ്ലിപ്പേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ റൂമിലും വാഷ്റൂമിലൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലില്. കണ്ടില്ലേ, കളറിൽ വരുന്ന ഈ 2 സ്ലിപ്പേഴ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞിന്റെ പാമ്പേഴ്സ് അത്യാവശ്യമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മൾ പാമ്പേഴ്സാണ്. വീട്ടിൽ വന്നിട്ടായിരിക്കും നമ്മൾ തുണികളൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ദിവസം പാമ്പേഴ്സ് ആയിരിക്കും. പക്ഷെ ഇതും എന്റെ പാഡും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ തരും. നമുക്ക് ഡിസ്ചാർജ് ആവുന്നവരെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇൻ കേസ് ആവശ്യം വന്നാലോ, വന്നില്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് ഞാന് ബേബി ഹഗിന്റെ 22 എണ്ണം വരുന്ന ടേപ്പ് സ്റ്റൈലിലുള്ള ഡയപ്പറാണ് കേട്ടോ ബേബി ഹഗിന്റെ. നെക്സ്റ്റ് ഇതില് ഞാനിങ്ങനെ 2 ആയിട്ട് എഴുതിയിട്ടുണ്ട്. ക്യാപ്പ്, സോക്സ്, മിറ്റൺസ്, കുഞ്ഞിന്റെ അതും ബിബും കൂടെ ചേർന്ന് അത് ഇത്രയും കൂടെ ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ആരാണ് എടുക്കുന്നത് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ എഴുതിയത്. ഒരേ ഒരു പെയറ് ക്യാപ്സും മിറ്റൺസും സോക്സും വരുന്ന ഒരേ ഒരു പാക്ക് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഈ ഒരൊറ്റ പാക്ക് എടുക്കുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ ഒരു ബിബ്, ഒരേ ഒരു ബിബ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ബിബ് മാത്രമേ ഞാൻ കൊണ്ടുപോകണുള്ളൂ. അപ്പം ഒരു ബിബും പിന്നെ വെള്ള കുട്ടിയുടുപ്പ് 1 2 3 4 4 കോട്ടൺ ജബ്ലാസ് കൊണ്ടുപോകുന്നുണ്ട്. 4 കോട്ടൺ വൈറ്റ് കളറിലുള്ള അയച്ചു കാണിക്കണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ള തുണി ഒന്നും എടുക്കണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലില്. പക്ഷേ കയ്യില് കരുതുവാണ്. അതും ഒരുപാട് എടുത്തില്ല, പീസായിട്ട് കട്ട് ചെയ്തത്. ഞാനതിങ്ങനെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. ഞാനൊരു 3 പീസ് എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് വെക്കും. കണ്ടേനെ, സ്ലീവ്ലെസ്സും ഫുൾ സ്ലീവിലും വരുന്ന ഒരു കോട്ടൺ ബനിയൻ ക്ലോത്തിൽ വരുന്ന ടീഷർട്ട്, കുട്ടിയുടെ ടീഷർട്ടാണ് കേട്ടോ. മറ്റു വൈറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം ഇതൊരെണ്ണം ഈ ഒരു 2 ബട്ടൺ വരുന്ന ഇതും ഈ ഒരെണ്ണം, ഈ ഒരു വൈറ്റ്, ഈ ഒരു ഒറ്റ പെയർ മാത്രം ഞാൻ എടുക്കുന്നുണ്ട്. ബേബി റിസീവിങ് ടർക്കി, നമ്മള് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോ റിസീവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ടർക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു. റിസീവിങ് ടർക്കിയും ബേബിനെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോ യൂസ് ചെയ്യേണ്ട ഒരു പെയർ ഓഫ് റോംബറും മാത്രമാണ് ഇതിലുള്ളത്. ഇത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടർക്കി കുഞ്ഞിനെ റിസീവ് ചെയ്യാന്, കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടാൻ ഉദ്ദേശിച്ചേക്കുന്ന ഒരു റോംബർ. അപ്പൊ നെക്സ്റ്റ് ഐറ്റം ബേബിയുടെ ഡ്രൈ ഷീറ്റും സ്വാഡിൽസും. ഒരു 2 പെയർ ഫേസ് ടോവൽ എടുക്കുന്നുണ്ട്. വെറും 2 പെയർ. ഒരു 2 ബർക്ക് ക്ലോത്ത്, കുഞ്ഞിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 കോട്ടന്റെ സ്വാഡിൽസ്, ഇതും പിന്നെ ഒരു ഡ്രൈ ഷീറ്റും. ഇത് ഈ ഒരു മെറ്റീരിയലിൽ വരുന്നോണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കിടക്കാനൊരു കംഫർട്ടാണ്. ബാക്കില് റബ്ബർ ആയതുകൊണ്ട് ലീക്ക് ചെയ്യത്തില്ല. ഡ്രൈ ഷീറ്റ് ഒരെണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഹോസ്പിറ്റലിൽ നമ്മൾ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും അത്രയും ഡേയ്സ് കുഞ്ഞിന് ഡയപ്പർ ആയിരിക്കും യൂസ് ചെയ്യുക ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ ഇതിന്റെ അത്ര ആവശ്യം വരത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുള്ളൂ എടുത്തിട്ട്.
അങ്ങനെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ഇതൊരു ബ്ലാങ്കറ്റ് ആണ്, ബേബിയുടെ ബ്ലാങ്കറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ബേബിയുടെ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ഈ ഒരു സെക്ഷൻ ഫുള്ള് ഞാനെടുത്ത്, ഈ ഒരു സെക്ഷനിൽ എന്റെ ഐറ്റംസ് മാത്രം. ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർക്കും ബാക്കിയുള്ള ഐറ്റംസ് വെക്കാൻ വേണ്ടിയിട്ട് ഈ സ്പേസ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ ഇനി ആ മാക്സി എനിക്കൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിന്റെ കൂടെ വെക്കണം. ഹോം കമ്മിങ് ഡ്രസ്, വീട്ടിലോട്ട് വരാൻ നേരത്തെ ഇടേണ്ട ഡ്രസ്സ് ഞാൻ മേടിച്ചിട്ടില്ല, സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ അത് മേടിച്ചിട്ട് ഈ ഒരു കവറിൽ ഇട്ട് വെക്കണം. ഇതില് എൻ്റെ ഫേസ് വാഷ്, ചീപ്പ്, ബുഷ്, അതുപോലെ തന്നെ ഹെയർ സെറം, ഓപ്പൺ മാക്സി, ഇത് രണ്ടെണ്ണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. ഈ 2 മാക്സി, ഈ 2 കളറിൽ വരുന്ന 2 മാക്സി. അത് ഒന്ന് ഞാൻ അഴിച്ച് കാണിക്കാം. ഇതാണ്, ഇവിടെ ബട്ടൺസും വരുന്നുണ്ട്, ഇവിടെ സിബും വരുന്നുണ്ട് കേട്ടോ. ഇവിടെ സിബും, ഈ 2 സൈഡിലും സിബ് വരുന്നുണ്ട്. വന്നിട്ടുള്ള ഒരു ഫുൾ ലെങ്തിൽ വരുന്ന മാക്സിയാണ്. ആ സെയിം മോഡൽ തന്നെ ഈ ഒരു കളറിലും. ഇതെന്റെ ഇന്നർവെയേഴ്സ് മാത്രമാണ് കേട്ടോ, ഇന്നർവെയേഴ്സും അണ്ടർവെയേഴ്സും. മൊത്തം ഞാനൊരു 5 or 6 മാക്സി എടുക്കുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ഈ ഫുൾ ബട്ടൺ വരുന്ന ഒന്നും, പിന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് ഒരു 4 മാക്സിയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു ടൈപ്പ് ഓഫ് മാക്സിയാണ്. ഇതിലത്തെ ഒന്ന് ഞാൻ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും, ഇതൊന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് ഇപ്പൊ മിക്കവാറും കയ്യിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റേണിറ്റി മാക്സി തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ടൈപ്പ് മാക്സിയാണ് കേട്ടോ. പിന്നെ അതെ ഈ ഒരു മാക്സി, എനിക്ക് ഈ പാറ്റേൺ, എനിക്ക് ലൈന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ലൈനിൽ വരുന്ന ഒരു ഫുള്ളാണ് കൈ. ഇവിടെ സിബ് വരുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ചോദിക്കുവാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇതില് അപ്പ യൂസ് ചെയ്യേണ്ട ഇന്നർവെയറും മാക്സിയും ഷോളും ആയിട്ട് ഞാൻ വെച്ചേക്കുവാണ്. കാണിക്കണ്ടല്ലോ, ഞാൻ ഈ ഷോളും ഞാൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഒരു പാറ്റേണിൽ വരുന്ന ഇവിടുന്ന് ഇങ്ങനെ പൊക്കാൻ പറ്റുന്ന ടൈപ്പ് മാക്സിയാണ് കേട്ടോ. ഇതില് എന്റെ ബാത്ത് ടവലും എനിക്ക് അവിടെ യൂസ് ചെയ്യേണ്ട ഷാള്, ഒരു 3 or 4 ഷോളും ബാത്ത് ടവലും ആണ് ഇതിൽ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഷോളും തോർത്തും ആണ് ഇതിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഗൈസ്, ഇത്രയും ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ എനിക്കും ബേബിക്കും വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്. അപ്പോ ഇനി ഇതില് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യണോന്ന് അറിയത്തില്ല. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയുന്ന ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടാ. ഇത് നമുക്ക് അത്യാവശ്യം വേണ്ടതാണല്ലോ. കുഞ്ഞിന്റെ വൈപ്സ്, ലോഷൻസ്, കുഞ്ഞിന് അപ്പ യൂസ് ചെയ്യേണ്ട ഡ്രസ്സ് ഒരു 4 or 5 ജോഡി. അപ്പൊ അത്രയും നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞിനെ റിസീവ് ചെയ്യുന്ന മറ്റേ നെസ്റ്റും നെറ്റ് ബെഡും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം. എന്റെ സീറ്റ് പില്ലോയോ ഫീഡ് ചെയ്യേണ്ടത്. പിന്നെ എനിക്ക് വേണ്ട മാക്സികളും സാധനങ്ങളും, എന്റെ ടോയ്ലറ്ററി ഐറ്റംസും, പിന്നെ എന്റെ മേക്കപ്പ് ബോക്സും. അത് ഞാൻ എന്റെ മേക്കപ്പ് ബാഗ് ലാസ്റ്റ് പോകുന്ന ടൈമിൽ എടുത്തതിന്റെ കൂടെ വെക്കാനും പറഞ്ഞാണ് കേട്ടോ വെച്ചിരുന്നത്. അതും ഒരു മെയിൻ ഐറ്റം ആണ്. അപ്പോൾ നമുക്ക് ചില്ലായിട്ട് പ്രസവിച്ചിട്ട് വരാം. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അപ്പൊ വേഗം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസുകൾ കയ്യടനെ കാണാം. അപ്പൊ ഇനിയും നെക്സ്റ്റ് പുതിയ വീഡിയോസുകൾ വരും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും.